നല്ലൊരു യുവാവ് ഇദ്ദേഹത്തിനെതിരായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ശരിക്കും ആദ്യ സമയങ്ങളിൽ ബിഗ് ബോസ് തന്നെയാണ് ഇദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്തത് എന്ന് നമ്മൾ പറയേണ്ടി വരും. അതിന് നമ്മൾ ബിഗ് ബോസിനെ കുറ്റം പറയല്ല, അല്ലെങ്കിൽ ബിഗ് ബോസ് നല്ല കാര്യം ചെയ്തെന്ന് പറയല്ല. കാരണം ആദ്യത്തെ ആഴ്ച തീർച്ചയായിട്ടും എവിഷന് വന്നിരുന്നെങ്കിൽ അനീഷ് പുറത്ത് ഉറപ്പായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം അവൻ്റെ പേരങ്ങ് മറന്നുപോയല്ലോ, ഒരുത്തനുണ്ടായിരുന്നല്ലോ, അവൻ പുറത്ത് പോയതുപോലെ രതീഷ് പുറത്ത് പോയതുപോലെ പോയേനെ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കഴിവ് മനസ്സിലാക്കിയ ബിഗ് ബോസ് ബുദ്ധിപൂർവ്വം ഒരു 7ന്റെ പണി എന്നുള്ള രീതിയിൽ അയാളെ എവിഷനിൽ നിന്ന് നിലനിർത്തി എന്നുള്ള സത്യമാണ്. രണ്ടാമത്തെ ആഴ്ചയും തീർച്ചയായിട്ടും അനീഷ് പുറത്തു പോകും. അതുകൊണ്ട് തന്നെയാണ് 6 പേരെ സസ്പെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 2 പേരെ സസ്പെൻഡ് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നിട്ട് ബാക്കി എല്ലാ എണ്ണത്തിനും വെളിയിലിട്ടത്. അതായത് 2 ആഴ്ച ബിഗ് ബോസ് അനീഷിനെ നിലനിർത്തിയത് തന്നെയാണ്. അത് എന്താണെന്ന് വെച്ചാൽ സാധാരണ ആൾക്കാരിൽ നല്ലൊരു ശതമാനത്തിന് ഇദ്ദേഹത്തിൻ്റെ ഗെയിം മനസ്സിലായിട്ടില്ല. പക്ഷേ ഇനി 3ാമത്തെ ആഴ്ച മുതൽ ബിഗ് ബോസ് ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ബിഗ് ബോസ് ആരെയും സപ്പോർട്ട് ചെയ്യുകയോ എതിർക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ബിഗ് ബോസിന് വേണ്ടത് കണ്ടന്റാണ്. ശരിക്കും അനീഷിൻ്റെ കണ്ടന്റിലല്ലേ ബാക്കിയുള്ളവർ ഇപ്പം നിൽക്കുന്നത്. ഈ അപ്പാനി ശരത്ത് എന്ന് പറഞ്ഞ മനുഷ്യന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അനീഷാണ് സ്റ്റാർ ആവാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടാൻ പോകുന്നത്. അനീഷിനെ തുടർച്ചയായി ആക്രമിച്ചുകൊണ്ട് അപ്പാനി ശരത്ത് ഇപ്പോൾ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്നു. അത് അയാളുടെ കഴിവായിരിക്കാം, സമ്മതിച്ചു. പക്ഷെ അവിടെയും അനീഷാണ് ഒരു കാരണക്കാരൻ. ആദ്യ ദിവസം മുതൽ കൃത്യമായി കണ്ടന്റ് കൊടുത്തുകൊണ്ടിരുന്ന അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ എന്തുകൊണ്ട് ബിഗ് ബോസിലെ മെയിൻ സ്ട്രീം ചാനലുകളൊന്നും പരിഗണിക്കുന്നില്ല? ഞാൻ മെയിൻ സ്ട്രീം ചാനൽ എന്ന് ഉദ്ദേശിച്ചത് റിപ്പോർട്ടറോ 24 ഏഷ്യാനെറ്റോ അങ്ങനെയുള്ളതല്ല. ഈ ബിഗ് ബോസിലെ മെയിൻ സ്ട്രീം ചാനൽ എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതിയുടെ ചാനൽ. രേവതി ഇന്നേ വരെ അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല, അനീഷ് മികച്ച ഗെയിമർ ആണെന്ന് പറഞ്ഞിട്ടില്ല. അൻസിഫ് മൂൺലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ചാനൽ, അയാൾക്ക് ഭയങ്കര ദേഷ്യം, അനീഷിന്റെ കാര്യം പറയുന്ന പോലും ഇഷ്ടമല്ല. പിന്നെ ഒരു 2 അവന്മാരിരുന്ന് പറയുന്ന ഒരു ചാനലുണ്ടല്ലോ, UTC മീഡിയ, അങ്ങനെ എന്തോ, നീ കറക്റ്റ് പേര് അറിഞ്ഞൂടാ. അവര് തീട്ട കേസ്, നാട്ട കേസ്, തൂറി വാരി എറിയ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അനീഷിനെ കുറിച്ച് പറയുന്നത്. സമ്മർ മീഡിയ സപ്പോർട്ട് ചെയ്യുന്നില്ല, മൂപ്പൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, പ്രധാനപ്പെട്ട ഒരു ചാനലും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു PR ടീമോ അനീഷിനില്ല. അയാൾ അവിടെ എന്ത് ചെയ്തു? അയാൾ അവിടെ കണ്ടന്റ് കൊടുക്കുന്നുണ്ടോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. ആ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നു ഇല്ലയോ എന്നുള്ളത് പിന്നീടുള്ള കാര്യം. അത് ടോപ്പ് 5ലോ അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജിലൊക്കെ വരുമ്പോഴത്തേന് നല്ല വ്യക്തിത്വം അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ തിരഞ്ഞെടുക്കാം. പക്ഷേ ഈ സമയങ്ങളിൽ നമ്മൾ ഒരിക്കലും അയാൾ ഒരു വെറുക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞ് അയാളെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് പ്രേക്ഷകർക്കും ഒരു വലിയ നഷ്ടം തന്നെയായിരിക്കും.